അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ദുബൈയിലേക്ക് പോകുന്ന അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും അതുപോലെ തന്നെ മുഹമ്മദിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിട്ടുണ്ടായിന്. അന്നത്തെ തലേ ദിവസം ഞാൻ കുറച്ച് എന്താ പറയുക കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിക്ക് അവൻ്റെ ഫോട്ടോയിൽ തന്നെ ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം അങ്ങനെ ഒട്ടിച്ചു കൊടുക്കലാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. അപ്പോൾ ഇതാ ആദ്യം ഞാൻ ചെയ്യുന്നത് ഇത് ഒരു രാത്രിയാണ് കേട്ടോ, മുഹമ്മദിൻ്റെ ബർത്ത്ഡേൻ്റെ തലേദിവസം രാത്രി. അപ്പോൾ അവൻ്റെ ക്ലാസ്സിലെ കുട്ടികളിലെ ഇങ്ങനെ ഫോട്ടോയിൽ എന്തെങ്കിലും ചോക്ലേറ്റോ പെൻസില് റേസർ അല്ലാന്നുണ്ടെങ്കിൽ ഷാർപ്നർ അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കലുണ്ട് ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു എനിക്കും അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവൻ്റെ ബർത്ത്ഡേൻ്റെ തലേന്ന് ഉണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ. സാധാരണ ഇല്ലേ പണ്ടെല്ലാണെങ്കിൽ എൻ്റെ എല്ലാം ബർത്ത്ഡേ എല്ലാം ഉപ്പെല്ലാം ആഘോഷിക്കലുണ്ട്. പിന്നെ നമ്മൾ വലുതായാലും പിന്നെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കലില്ല. എന്താ പറയുക കല്യാണം കഴിഞ്ഞ ഇക്കാക്ക് ബർത്ത്ഡേ ആഘോഷിക്കലൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ കുട്ടികൾ പറയൂലേ ഓരോ ക്ലാസ്സിലത്തെ എല്ലാവരും കേക്ക് മുറിക്കുന്നുണ്ട് നമ്മളത് മാത്രം ചെയ്യുന്നില്ല എന്നെല്ലാം പറയുമ്പം അങ്ങനെ ചെയ്യലുണ്ട്. പിന്നെ ഇക്കാക്ക് തീരെ താല്പര്യമില്ലാത്ത സംഭവം കേട്ടോ ഇത്. പിന്നെ മോനിക്ക് ഓൻ്റെ ഇപ്പം ഉള്ളതാണ് ക്ലാസ്സിലത്തെ കുട്ടികളെല്ലാം ഇങ്ങനെ ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം കാർഡിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കൽ. അപ്പം അത് ഓനിക്ക് സങ്കടപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കലാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെയ്തിട്ട് കാണാൻ വേണ്ടിക്ക്. അപ്പോൾ അന്നത്തെ ദിവസം മുഹമ്മദും എല്ലാവരും കൂടിയിട്ട് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഭാഗം മാത്രം ഷൂട്ട് ചെയ്യുന്നതാണ്, കാര്യം നല്ല തിരക്കുള്ള ദിവസമാണ്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, കഴിഞ്ഞ ഓണസദ്യ റെസിപ്പി വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. അത് ഒരുപാട് റെസിപ്പീസ് ഞാൻ ഒരുമിച്ച് ചെയ്തതല്ലേ, അതിൽ നല്ല നല്ല കമൻസ് കണ്ടിട്ടുണ്ടായിന്. അതുപോലെ തന്നെ എന്താ പറയുക ഇന്നലെ ഞാൻ ചെയ്തൊരു റെസിപ്പി വീഡിയോ ഉണ്ടായിട്ടുണ്ടായിന് പനീർ കറി. അതിൽ കമൻറ്റ് കണ്ടിട്ടുണ്ടായിന് സൽവാനെ കാണുന്നില്ലല്ലോ എന്ന്. ഞാനും ശ്രദ്ധിച്ചിന് കേട്ടോ. നമുക്ക് ഡെയിലി കമൻസ് ഇടുന്ന ആൾക്കാരെ ഒരു വീഡിയോയിൽ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ ആളെന്തെങ്കിലും ബിസിയാൻ പറ്റായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് കുറേ ആൾക്കാരങ്ങനെ ഡെയിലി കമൻറ്റ് ഇടുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. കുറേ കമൻറ്റ് ഇടുന്ന ആൾക്കാർ. അതിൽ ഒരാളെങ്ങാനും കമൻറ്റ് ഇടായിട്ട് ഞാൻ അന്വേഷിച്ചേരം അങ്ങനെ എന്തോ സുഖില്ല എന്തോ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ബിസിയാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം എപ്പോഴും എല്ലാവരും ഒരുപോലെ ഉണ്ടാവില്ലല്ലേ, എന്തെങ്കിലും തിരക്കിൽ പെട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ മാഷാ അല്ലാഹ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേരുണ്ട്. അവരെ ഹൃദയത്തിൽ തട്ടിയിട്ട് പറയുന്ന വാക്കുകളാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ കുറേ ആൾക്കാരെ ഞാൻ ഇൻസ്റ്റയിൽ പോയിട്ട് ഫ്രണ്ട്സിലാവലുണ്ട്, എന്താ പറയുക വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യലുണ്ട്. അധികം എനിക്ക് ടൈം ഉണ്ടാവില്ല. കുറേ ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. പക്ഷേ ഇന്നലെ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇവക്ക് വലിയ ജാടയാണ്. ഞാൻ ഇവളോട് എന്താ പറയുക ഇർഫാനാൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് റീപ്ലൈ തന്നിട്ടില്ലാന്ന്. സത്യം പറയാലോ, ഒരു ഡേയിൽ നമ്മൾ ഒരു ഉമ്മക്ക് എന്താ പറയുക ഒരു വീട്ടമ്മക്ക് മനസ്സിലാവും എന്തെല്ലാം പണികൾ എടുക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വീഡിയോ ഷൂട്ടിങ്, അത് കഴിഞ്ഞിട്ടായിരിക്കും എഡിറ്റിങ് കാര്യങ്ങൾ. അങ്ങനെ എനിക്കാണെങ്കിലില്ലേ വീട് വൃത്തിയില്ലാണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വീട് ചിട്ടയോടെ വൃത്തിയാക്കി വെച്ച് ഞാൻ വീഡിയോസിന് മാത്രം വൃത്തിയാക്കുന്ന ഒരാളല്ല. എൻ്റെ ഉമ്മ ചെറുതിലേ വൃത്തിയുണ്ട്. അപ്പോൾ ആ ഒരു വൃത്തി ശീലിച്ചിട്ട് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ദിവസത്തെ ഫുൾ റൂട്ടീൻ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. രാവിലെ 5 മണി അല്ലാന്നുണ്ടെങ്കിൽ 4:30 മുതൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ചെടികളെ കാര്യങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളെ കാര്യങ്ങൾ എല്ലാം. അതും അങ്ങനെ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ടൈം ഉണ്ടാവില്ല. ഇപ്പോൾ വീഡിയോസിന് മാത്രം ഒരു കാര്യങ്ങൾ ചെയ്യുക, ഒരു ഭാഗം ക്ലീൻ ആക്കുക, അങ്ങനെ ആകുമ്പോൾ എനിക്ക് നല്ല ടൈം ഉണ്ടാവും. പക്ഷേ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. വീട് മൊത്തം ക്ലീൻ ചെയ്തിട്ട് മാത്രമേ ബാക്കി വീഡിയോൻ്റെ കാര്യം ഞാൻ ചിന്തിക്കുക തന്നെ ചെയ്യും. കാരണം എനിക്ക് കാണുന്ന ഭാഗങ്ങളെല്ലാം വൃത്തിയായിട്ടുണ്ടാവണം. അത് ചെറുതിലങ്ങനെ ശീലിച്ചവർക്ക് മനസ്സിലാവും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ, എഡിറ്റിങ്, വോയിസ് ഓവർ അപ്ലോഡിങ് എല്ലാം കഴിയുമ്പോൾ തന്നെ ഒരു ദിവസം ഫുള്ളാവും. അതുകൊണ്ടാണ് വാട്സപ്പിലൊന്നും എനിക്ക് റിപ്ലൈ തരാൻ കഴിയാത്ത ജാടയാന്ന് അഹങ്കാരമൊന്നും വിചാരിക്കാൻ പാടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാനില്ലേ ഡ്രസ്സിലൊന്ന് പാക്ക് ചെയ്യലാന്ന്. മോനെ സ്കൂളിൽ അയച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാക്കിയിട്ട് അങ്ങനെ സ്കൂളിൽ അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡ്രസ്സെല്ലാം അങ്ങ് പാക്ക് ചെയ്യലാണ്. പിന്നെ എന്താ പറയുക ഈ ഒരു ഡ്രസ്സിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ പോയാലും അറബിയിൽ നിന്ന് എങ്ങാനും വാങ്ങിയതാണ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ടായിനി. ഞാൻ ഇതിനിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്, പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇത് എന്താ പറയുക ഇത് ഞാൻ എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഇട്ടിട്ട് കാണാൻ വേണ്ടിക്ക്. പിന്നെ മാക്സി ടൈപ്പ് ഡ്രസ്സെല്ലാം അവിടെ തന്നെയാണ് ഞാൻ വാങ്ങൽ. എപ്പോഴും ഞാൻ എന്താ പറയുക എപ്പോഴും ചോദിക്കലുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്.
പിന്നെന്താ, ഇന്ന് പോകുമ്പം ഇടുന്ന ഡ്രസ്സ് ഞാൻ നാട്ടിൽ ജന്നയിൽ നിന്നാണ് വാങ്ങിയത്. നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ല, ജന്ന എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതാ ഡ്രസ്സിലും കുറേയൊന്നും ഡ്രസ്സൊന്നും എടുക്കുന്നില്ല, എന്നാലും അത്യാവശ്യമുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. കിക്കാൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം അങ്ങനെ പാക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ എൻ്റെതും പാക്ക് ചെയ്യലാണ്. പിന്നെ ഞാനും ഇക്കും മുഹമ്മദും ആണ് കേട്ടോ പോകുന്നത്. മൈസയും മൻഹയും വരുന്നില്ല, കാരണം മൈസ 10th മൻഹാനെ കൂട്ടാൻ പറ്റും, പക്ഷേ മൈസ എന്താ പറയുക, മൻഹാനെ കൂട്ടുമ്പോൾ മൈസക്ക് സങ്കടം. അവളെ 10th അവളെ ക്ലാസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ അവളെ കൂട്ടുന്നില്ല, ഓരോ രണ്ടാളെയും കൂട്ടുന്നില്ല കേട്ടോ. പിന്നെ ഇതാ കുറച്ച് മാക്സിയും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. ഇപ്പോഴും വാട്സപ്പിൽ മെസ്സേജ് വരും, മാക്സി തീർന്നു, ഇത്താ മാക്സി വേണോ എന്നെല്ലാം പറഞ്ഞിട്ട് ഫുള്ള് തീർന്നിട്ടുണ്ടായിന് കേട്ടോ. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ എണ്ണം ഞാനും മാറ്റി വെച്ചിട്ടുണ്ടായിന്. ഇൻഷാല്ലാ ഞാൻ പറ്റുവാണെങ്കിൽ മാക്സി വാങ്ങും. പക്ഷെ മാക്സി വാങ്ങൽ എനിക്കിഷ്ടം തന്നെയാണ്. അത് പിന്നെ എല്ലാവർക്കും വാട്സപ്പിൽ മെസ്സേജിന് റിപ്ലൈ തരാം, അത് അയക്കുക, പാക്ക് ചെയ്യുക, അയക്കണം എന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര പണിയല്ലേ. അതുകൊണ്ടാണ് എനിക്ക് മടിയായിട്ട് തോന്നുന്നത്. പറ്റുവാണെങ്കിൽ ഞാൻ വാങ്ങും കേട്ടോ, ആരെങ്കിലും ഏൽപ്പിക്കും അങ്ങനെ. എനിക്കിതാ ഞാനില്ലേ വാട്സ് ഇൻ മൈ ബാഗ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിന്. എൻ്റെ ബാഗിൽ കാര്യമായിട്ട് ഇങ്ങനെ ഡ്രസ്സ് വാങ്ങിയ ബില്ലും പിന്നെ ഹോസ്പിറ്റലിൽ പോയ ബില്ലും കാര്യങ്ങളെല്ലാം ഇരിക്കും. പിന്നെ ഇങ്ങനെ ചില്ലറ ഉണ്ടാവും, അതുപോലെ തന്നെ എന്താ പറയുക ഒരു കൺമഷി ഉണ്ടാവും, പിന്നെ എൻ്റെ ലൈസൻസ് ഉണ്ടാവും, പിന്നെ 2 ബാങ്ക് കാർഡും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അങ്ങനെ അത്രയും ഉണ്ടാവും കേട്ടോ. പിന്നെ മുഹമ്മദിൻ്റെ എന്തെങ്കിലും മിഠായും കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഉണ്ടാവും. പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ വാട്സ് ഇൻ മൈ ബാഗൊന്നും ചെയ്യാത്തത്. ഇപ്പോൾ ഈ ബാഗിലൊന്ന് ക്ലീൻ ആക്കലാണ്. ഞാനില്ല ഒരു ബാഗ് എടുക്കാൻ കഴിഞ്ഞാൽ ഒരു ബാഗ് യൂസ് ചെയ്യുമ്പം ആ ഒരു ബാഗ് തന്നെ യൂസ് ചെയ്യും. ഹോസ്പിറ്റലും കാര്യങ്ങളെല്ലാം പോകുമ്പോൾ പിന്നെ മാറ്റി യൂസ് ചെയ്യില്ല. പിന്നെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മാത്രമേ മാറ്റി യൂസ് ചെയ്യും. അങ്ങനെ ബാഗൊന്നും കൂടുതലായിട്ട് വാങ്ങുന്ന ആളൊന്നുമല്ല. ഉമ്മ ഇങ്ങനെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു ബാഗ് കൊണ്ടുവരും, പിന്നെ ഡ്രസ്സിന് മാച്ചാന്ന് തോന്നുമ്പോൾ അതെടുത്തിട്ട് യൂസ് ചെയ്യും. അങ്ങനെ അധികം ബാഗിൻ്റെ ആവശ്യം വരത്തില്ല. ഇക്കാനൂടെ പോകുന്നതുകൊണ്ട് തന്നെ ഇക്കാൻ്റെ വണ്ടിയിൽ തന്നെ ഉണ്ടാവും. എന്താ പറയുക, എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കാര്യങ്ങളെല്ലാം പോകുന്ന ബില്ലും കാര്യങ്ങളൊക്കെ എൻ്റെ വണ്ടിയിൽ തന്നെ വെക്കും, അത് കാണാണ്ടായി പോകുന്നു വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നിൽ നമ്മളെ ലൈഫ് ഭയങ്കര ഹാപ്പി ഒന്നല്ല കേട്ടോ, എപ്പോഴും ഹാപ്പി ആയിട്ടൊന്നല്ല പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പം ഭയങ്കര ഹാപ്പി ആയിട്ടല്ലേ കാണാം. പക്ഷെ എല്ലാത്തര പ്രയാസങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും ഇല്ല പോലെ നമുക്കും ഉണ്ടാവും കേട്ടോ. പിന്നെ അധികം ഹോസ്പിറ്റലിൽ പോകുമ്പം ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ഷെയർ ആക്കലില്ല. കാര്യം നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഫീൽ ആവണ്ട. ഞാൻ അധികം പോസിറ്റീവായിട്ടുള്ള നിങ്ങൾക്ക് മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കലുള്ളൂ. ഞാനല്ലേ മാസത്തിൽ 2-3 പ്രാവശ്യം തന്നെ ഹോസ്പിറ്റലിൽ പോകും ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും ആയിട്ട്. പക്ഷെ അതൊന്നും ഞാൻ അങ്ങനെ ഷെയർ ആക്കലില്ല. പിന്നെന്താ, മോൻ്റെ കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങൾ, ഇക്കാൻ്റെത്, എൻ്റെ ഉപ്പാൻ്റെത് എല്ലാമായിട്ട് ഒരുപാട് എല്ലാവർക്കും എല്ലാ വിഷമങ്ങളും അസുഖങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ. അങ്ങനെ അപ്പം വീഡിയോസൊന്നും കാണുമ്പം നമ്മളെ ലൈഫ് ഇങ്ങനെ തന്നെ ആണെന്ന് വിചാരിക്കണ്ട കേട്ടോ. നമ്മളെ ലൈഫിലും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ടാവും. അതിൽ കുറച്ച് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ കാണിക്കുന്നതാണ്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ എല്ലാം റെഡിയായി. രാത്രി 1:30 നമ്മളെ ഫ്ലൈറ്റ് വരുന്നത്. കണ്ണൂരിൽ നിന്നാണ്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു മൈസൂരിനും മനിയൊന്നും കൂട്ടാണ്ട് പോകുന്നത്. അതിൻ്റെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ഇതൊരു സങ്കടം പോലെ ഉണ്ട്. പിന്നെ അവൾ 10th പിന്നെ അവൾ ഓക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പോകുന്നത്. പിന്നെ ഉപ്പിയമ്മയും നാട്ടിൽ വന്നതിന് ഇവർ ഒറ്റക്ക് നിൽക്കണ്ട അങ്ങനെ വിചാരിച്ചിട്ടാണ്. കാരണം ഓരോ ടിഫിനും കാര്യങ്ങളെല്ലാം വിഷമം തന്നെയല്ലേ. അപ്പോൾ ഓരോ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഉമ്മാൻ്റെ കൂടെ മാത്രമേ നിൽക്കും. അതുകൊണ്ടാണ് ഉമ്മ വന്നത്. നമ്മളിപ്പം തിരിച്ചു പോകുമ്പം ഉമ്മ തിരിച്ചു പോകും. അങ്ങനെ यात्रा को सुरक्षित, आरामदायक और बेहतर बना पाएंगे। हमें बेहद खुशी है कि हम आपको हमारे देश के साथ जोड़ सके। प्रस्तुत है आपके लिए दवा इंडिगो। धन्यवाद। സാധാരണ നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് റെഡിയാക്കുന്നതെല്ലാം കാണിക്കല്ലേ. ഇപ്രാവശ്യം കാര്യമായിട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ ബീഫ് മാത്രമാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകലാന്ന്. നല്ല മഞ്ഞുണ്ട് കേട്ടോ.
അപ്പം നമ്മൾ രാവിലെ വന്നിട്ട് എത്തിയിട്ടുണ്ടതിന് നല്ല രസമുണ്ട് റോഡ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മഞ്ഞിലിങ്ങനെ മൂടി കാണുമ്പം നല്ലൊരു ഫീലാണ്. ഇനിയിപ്പോൾ ആ റൂമിലേക്ക് പോലാണ്. അപ്പം നമ്മൾ ആ പഴയ റൂം തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അന്നേരം റൂം ടൂർ ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിന്. ഇൻഷാല്ലാ ഞാൻ പറ്റുവാണെങ്കിൽ ഓർമ്മ ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റൂമിലേക്ക് എത്തി. അന്നത്തെ ദിവസം കാര്യമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിറ്റേ ദിവസം രാവിലത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ രാവിലെ തന്നെ കോഫി റെഡിയാക്കാൻ പോലാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ അധികം ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. ദോശ കറി കാര്യങ്ങളൊന്നും ആർക്കും നിർബന്ധമൊന്നുമില്ല. പിന്നെ കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഉണ്ടാക്കും. ഇതിപ്പോൾ ഞാനും ബ്രദറും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, ഗ്രീക്ക് യോഗട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ബെറീസ്, സ്ട്രോബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാലില്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് എടുക്കലാണ് നല്ലത്. പക്ഷെ ഇവിടെ എല്ലാം ആകുമ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാവരും എടുക്കും. പിന്നെ നാട്ടിലാകുമ്പം നമുക്ക് ആ ഒരു ശീലത്തിൽ ദോശ കറി കാര്യങ്ങൾ എല്ലാം തന്നെയല്ലേ ഉണ്ടാക്കുക. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രൂട്ട്സും വെജീസും കാര്യങ്ങളും മുട്ട എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തണമെന്നാണ്. ഇതാ ഞാൻ എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും. ഒരു 5 മിനിറ്റും വേണ്ട അങ്ങനെ എല്ലാം കഴുകിയെടുക്കലാണ്. എന്നിട്ട് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് കുറച്ച് തൈരിൽ ഇട്ട് കൊടുക്കലാണ് കേട്ടോ. ഗ്രീക്ക് യോഗട്ട് ആകുമ്പം നല്ല ടേസ്റ്റി ആയിരിക്കും അങ്ങനെ. ബ്ലാക്ക്ബെറിയും ബ്ലൂബെറിയും ഇല്ലേ, ഞാൻ ഫ്രോസൺ ആണ് എടുത്തിട്ടുണ്ട്. എനിക്ക് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പിന്നെ അതിൻ്റെ തണുപ്പൊന്ന് കുറഞ്ഞോട്ട് കട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴുകിയെടുക്കലാണ്. അപ്പോൾ ഇതാ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ കട്ടാക്കിയെടുക്കലാണ്. പിന്നെ ഉച്ചക്ക് കാര്യമായിട്ടും ഒന്നും ഉണ്ടാക്കുന്നില്ല. ഉച്ചക്ക് ഞാൻ പുറത്ത് പോലാണ്. പിന്നെ ഇന്ന് ഒരുപാട് പണികളുണ്ട്. എന്താ പറയുക, ഡ്രസ്സ് നമ്മൾ വരുമ്പിട്ട ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അലക്കാനുണ്ട്. പിന്നെ വന്നാട് എന്തായാലും നല്ല പണി ഉണ്ടാവില്ലേ, അങ്ങനെ റൂമെല്ലാം നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. പക്ഷേ നമ്മൾ വന്ന ശേഷം ഉണ്ടാകുന്ന ഒരു വലിച്ചു ഇടലുണ്ടാവില്ലേ, പെട്ടിയെല്ലാം കാലിയാക്കലും നേരം എന്തായാലും വൃത്തിയാക്കാനെല്ലാം ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് പണികളെല്ലാം ഉണ്ട്. രാവിലെ എല്ലാം ഒരു കപ്പ് തൈര് ഒരിക്കലും നല്ലതാണ് കേട്ടോ. അപ്പം കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ ഏത് ഫ്രൂട്ട്സ് ആയാലും പ്രശ്നമില്ല. മാംഗോ ഉണ്ടെങ്കിൽ മാംഗോ, എന്താ പറയുക, ഷമാമല്ലേ, അതെല്ലാം ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഏത് ഫ്രൂട്ടായാലും കുഴപ്പമില്ല. ഇങ്ങനെ തൈരിൽ മിക്സ് ആക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. പക്ഷേ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ പാല് നല്ലോണം തിളച്ച് വരുന്നുണ്ട്.
അപ്പോൾ ഞാൻ എല്ലാം കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട്. കോഫി അവിടെ നിന്ന് റെഡി ആക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിക്ക് ഞാൻ കുറച്ച് ലെറ്റ്യൂസും ചിക്കനെല്ലാം വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. കടല ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിന്. അതിലൂടെ കടലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ തൈര് ഒന്ന് റെഡി ആയിട്ട് അത് അടച്ചു വെക്കലാണ്. സിമ്പിളാണ്, എന്നാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസാണ് ഇതെല്ലാം. ഞാനിപ്പോൾ ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കഴുകി ക്ലീൻ ആക്കി വെച്ച ചെറിയ പീസാക്കി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ക്രഷ് ചെയ്ത് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിൽ സ്പൈസസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും കേട്ടോ. പിന്നില്ലേ ഫ്രൈ ആക്കി എടുക്കണമെന്നില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഹെൽത്ത് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ ചിക്കന്. അതിൻ്റെ ടൈമിലല്ലേ ലീഫും കാര്യങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കാര്യം ബ്രദറിൻ്റെ ഓഫീസിൻ്റെ പോകുന്ന ടൈമായി, ഒന്ന് റെഡിയായി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് വീഡിയോ എടുക്കുമ്പോൾ നല്ലോണം ലേറ്റ് ആവും നമ്മൾ. അല്ലാണ്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പെട്ടെന്ന് ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട ഇതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി കട്ടാക്കിയിട്ട് എല്ലാം കൂടി മിക്സ് ആക്കുന്ന പണിയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ കടല ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ നേരത്തെ വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിന്. അപ്പം വെള്ളക്കടല കുതിർത്ത് വെച്ചിട്ട് ഒരു 4-5 വിസിൽ വരെ വേവിച്ചെടുത്തതാണ്. ഇതിന് പകരം നമുക്ക് പയറോ മുളപ്പിച്ചതോ കാര്യങ്ങളോ എന്തോ എടുക്കാം കേട്ടോ. ഓരോരോ ദിവസം അങ്ങനെ മാറ്റി എടുത്താൽ മതി. എന്നിട്ട് എന്തെങ്കിലും ലീഫി വെജീസ് എന്താ പറയുക, ഞാനിപ്പം ലെറ്റ്യൂസാണ് എടുത്തിട്ടുള്ളത്. സ്പിനച്ചോ എന്തെങ്കിലും എടുക്കാം, നമുക്കിഷ്ടമുള്ള എന്താ പറയുക ലീഫ് എടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒലീവ് ഓയിലും ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചീസ് ഇടുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിക്ക്. എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ മറന്നുപോയി. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ ഇതിലേക്ക് ഫ്രൈ ആക്കി വെച്ച ചിക്കന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ചിക്കന് ഫ്രൈ ആക്കി എടുത്തതിനാൽ. ഇതെല്ലാം കൂടി ആകുമ്പോൾ തന്നെ അടിപൊളി നല്ല ബ്രേക്ക്ഫാസ്റ്റായി, വേറെല്ലാം ഫില്ലാകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റായി. കൂടെ തൈരും കൂടി ഉണ്ടല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുക്കണം. ഞാനിത് സ്പീഡിൽ തന്നെ ഓനിക്കുള്ള ഫുഡ് അങ്ങനെ റെഡിയാക്കിയിട്ട് കൊടുക്കലാണ്. പിന്നെ ഞാനൊക്കെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് മെനു തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഇതിൽ കിട്ടുന്നുണ്ട്. ഫ്രൂട്ട്സ്, വെജീസ്, കാര്യങ്ങൾ, ചിക്കൻ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഈ ചിക്കന് പകരം വേണമെന്നുണ്ടെങ്കിൽ മുട്ട വേവിച്ചിട്ട് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് പ്ലേറ്റിൽ സെർവ് ചെയ്യലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കോഫിയും നോക്കിയ ഇനിയിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിന്. ഇനിയിപ്പം ഉച്ചക്കുള്ള നമ്മൾ നാട്ടിൽ നിന്ന് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിന്. എന്താ പറയുക, ഉച്ചക്കേക്ക് ഇന്ന് ബീഫ് ചൂടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ കുക്കറിൽ അങ്ങനെ ഐസ ഉണ്ടായിട്ടുണ്ടായിന്. എന്താ പറയുക, കുക്കറിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കണം. പിന്നെ കുറേ അലക്കാനുണ്ട് നമ്മൾ വന്ന അന്നത്തെ ദിവസത്തെ. അപ്പോൾ അതെല്ലാം ചെയ്തെടുക്കലാണ്. പിന്നെ ഈ ഒരു ബാഗ് ഉണ്ട് കേക്കാലിൻ്റെ ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഉമ്മ പോയൊരു ഫുഡെല്ലാം വാങ്ങുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ കാര്യങ്ങളെല്ലാം ഒന്ന് ആദ്യത്തെ ദിവസം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിന് വാങ്ങിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മുതൽ അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനെല്ലാം ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ഫോളോ ചെയ്യണമെന്ന്. ഇനിയിപ്പോൾ എൻ്റെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടാ. ക്ലീൻ ചെയ്ത കിച്ചണും കാര്യങ്ങളെല്ലാം കാണാൻ ഒരു പ്രത്യേക സമാധാനമല്ലേ. ഞാൻ നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ബീഫ് ചൂടാക്കി എടുത്തിട്ടുണ്ടായിന് കേട്ടോ. കുറച്ച് പരിപ്പറിയിൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. പിന്നെ വിചാരിച്ച് വേണ്ട, നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി എല്ലാം സെറ്റായി. പിന്നെ അലക്കാനുള്ളതെല്ലാം അലക്കിയെടുത്ത് ആറിയിട്ടിട്ടുണ്ട്. പിന്നെ സെൻട്രാളും റൂമും കാര്യങ്ങളും എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. എല്ലാം വൃത്തിയായിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക സമാധാനമല്ലേ. എനിക്കൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്, വൃത്തിയില്ലാത്ത സ്ഥലം കാണുമ്പോൾ ഹോംലി ഫീൽ ഉണ്ടാവും. ഇർഫാനാണ് വീടെപ്പോഴും അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ഞാൻ നേരെ തിരിച്ച് ചിന്തിക്കുന്ന ആളാണ്. വീട് വൃത്തിയുണ്ടെങ്കിൽ നമുക്കവിടെ ജീവിക്കാൻ തോന്നും, അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ. എനിക്കിങ്ങനെയാണ്. നമ്മൾ ചെറുതിലേ അങ്ങനെ പഠിച്ചു വന്നവർക്ക് മനസ്സിലാവും. കുറച്ചൊന്ന് പഠിച്ചിട്ട് ചുളിഞ്ഞാൽ പോലും സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഇപ്പോൾ എല്ലാം സെറ്റാക്കി അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ നമ്മളൊന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് പുറത്തു പോകും കേട്ടോ. പിന്നെ റൂം ടൂർ ചെയ്യാൻ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിന്. ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എന്തെല്ലോ തിരക്കെല്ലായതുകൊണ്ട് ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം ടൈം ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് പോലാണ്. കാര്യമായിട്ട് എവിടെയില്ല, വൈകുന്നേരം ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക
ദുബായ് മാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകലാന്ന്. പിന്നെ ഇവിടെ ഇങ്ങനെ തന്നെയല്ലേ, വൈകുന്നേരം ആകുമ്പം പുറത്തേക്ക് പോകും, പിന്നെ രാത്രി പുറത്തുനിന്ന് തന്നെയായിരിക്കും ഫുഡ് ഉണ്ടാവുക. അധിക ദിവസങ്ങളിൽ ഉച്ചക്ക് ഒരു 12 മണിയാകുമ്പോൾ അങ്ങനെ പുറത്തേക്ക് പോകും അങ്ങനെ. പിന്നെ ഈ ഒരു ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിനി ഇർഫാനയുടെ വീഡിയോസ് കണ്ടിട്ട് എല്ലാ ഭാഗങ്ങളും കാണാൻ കഴിഞ്ഞ് താങ്ക് യു ഇർഫാന എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിനി. കുറേ ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം കാണാൻ. പുറത്തു വന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം ഷെയർ ആക്കാൻ പറയലുണ്ട്. ഞാൻ അധികം വീട്ടിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ മാത്രമല്ലേ ഷെയർ ആക്കാം, അങ്ങനെ പുറത്തു വന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം ഷെയർ ആക്കാൻ പറയലുണ്ട്. അതുകൊണ്ട് ഷെയർ ആക്കിയതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനെടുത്ത ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ടായിനി, വീഡിയോസ് ചെയ്തിട്ടുണ്ടായിനി. അതുപോലെ തന്നെ പാർട്ടി വീഡിയോസ്, എല്ലാ റെസിപ്പി വീഡിയോസ് എല്ലാം ചെയ്യുന്ന ഒരു ചാനലാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പഴയ വീഡിയോസിലൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്തിടാം കേട്ടോ. എന്നാൽ മാത്രമേ എന്താ പറയുക കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ വീഡിയോസ് എത്തും. അതുപോലെ തന്നെ എൻ്റെ പണ്ട് മുതലേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഇങ്ങനത്തെ എല്ലാം വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, പുറത്തുനിന്ന് വീഡിയോസും കാര്യങ്ങളെല്ലാം ഷെയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നല്ല എന്നുണ്ടെങ്കിൽ ഡേ ഇൻ മൈ ലൈഫിലെ കുക്കിങ്ങും ക്ലീനിങ്ങും മാത്രം കാണാൻ ഇഷ്ടമെന്നെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഓയിൽ ജാറും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടില്ലേ, ആ ഒരു പാർട്ടി വ്ളോഗിലൊരു 10 വായലിലിടുന്ന ഒരു പോട്ട്, ഗ്ലാസ് പോട്ടും കാര്യങ്ങളെല്ലാം അതിലുണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിന്. അത് അന്നേരം തന്നെ തീർന്നു വെച്ചിട്ടുണ്ടായിന്. ഇപ്രാവശ്യം അത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വേണ്ടവരാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം, ഞാൻ അതെല്ലാം വാങ്ങാം. പിന്നെന്തായാലും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരില്ല, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നമ്പർ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം, നാട്ടിലെത്തിയിട്ട് തരാം. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. കാര്യം എനിക്ക് എല്ലാം കൂടി ആകുമ്പോൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല. പിന്നെ എൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിന്, ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാനിത് ചെയ്യുന്നില്ല, നിർത്തി എന്നല്ല കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിന് എന്നെ ഏൽപ്പിച്ചോ, ഞാൻ ചെയ്തു തരാം, ഞാൻ പണിയൊന്നും ഇല്ലാണ്ട് വെറുതെ ഇരിക്കുന്നത്, എനിക്ക് ബോറടിക്കുന്നുണ്ട്, നീ വരുമ്പോൾ വാങ്ങിക്കോ, എന്തായാലും ആവശ്യക്കാരുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ വാങ്ങുവാണെങ്കിൽ എന്താ പറയുക, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വാങ്ങാം കേട്ടോ ഇൻഷാ അല്ലാ. മാക്സി അതുപോലെ തന്നെ. പിന്നെ എൻ്റെ നമ്പർ ആയിരിക്കില്ല ഞാൻ കൊടുക്കുന്നുണ്ടാല്. എന്തായാലും എനിക്കത് ഇപ്പോൾ യൂട്യൂബ് വീഡിയോയും പിന്നെന്താ കുക്കിങ്ങും കാര്യങ്ങളും വീട്ടിലത്തെ പണിയും മക്കളെ കാര്യങ്ങളെല്ലാം ആകുമ്പോൾ എനിക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പർ ആയിരിക്കും ഞാൻ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതാ രാത്രിയാണ് കേട്ടോ കാണാൻ ഇവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം നല്ല രസമുണ്ടാവുക. ഇനിയിപ്പോൾ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് രാത്രിത്തെ ഫുഡും കാര്യങ്ങളും എല്ലാം കഴിച്ചിട്ട് അങ്ങനെ റൂമിലേക്ക് പോവും. പിന്നെന്താ ഇൻഷാ അല്ലാ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും എല്ലാം ചെയ്യാം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം ഈ പുറത്തു വന്ന വീഡിയോസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഓണസദ്യ വിഭവങ്ങൾ ഫുൾ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല കമൻറ്റ്സ് തന്നിട്ടുണ്ടായിന്. അപ്പം കാണാത്തവർ കണ്ടു നോക്കുക. ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാനൊരു പനീർ കറിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. അതിൽ കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങൾ കാണിച്ചിട്ടുണ്ടായിന്. അത് ഇവിടുന്ന് വാങ്ങൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിന് ഞാൻ കിച്ചൺ ടൂർ വീഡിയോ ചെയ്തുതരാം. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു പനീർ കറിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം IRFA12 എന്ന് പറഞ്ഞാൽ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ടും കൂടി കിട്ടും. ആ വീഡിയോ കാണാത്തവർ എന്തായാലും കണ്ടു നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മാളിനുള്ളിൽ കയറിയിട്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ നോക്കലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ വീടെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളും എല്ലാം കാണാൻ വേണ്ടിക്ക് നല്ല രസമല്ലേ. എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളെല്ലാം അങ്ങനെ നോക്കലാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. പുതിയതായിട്ട് വീടെല്ലാം എടുക്കുന്നവരാണെങ്കിൽ ഓരോ ഐഡിയാസും കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ. ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം വന്നിട്ട് നോക്കുവാണെങ്കിൽ. പിന്നെ ഈ ഒരു ഡ്രസ്സില്ലേ
ഞാൻ പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗൾഫിൽ വന്നേരം ഞാൻ വാങ്ങിയതാണ്. പെരുന്നാൾക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇട്ടിട്ടില്ല. പെരുന്നാളെന്ന് പറയുമ്പോൾ ഇതിന് ഇടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇട്ടിട്ടില്ല. പിന്നെ ഇവിടെ നിന്ന് ഇടാനിരിക്കും വിധി. RMB വാങ്ങിയതാണ്. നല്ല രസമുണ്ട് കേട്ടോ. അന്നേരം വാങ്ങുന്ന ടൈം 60-65 ദിർഹംസ് അങ്ങാനും ആണ് ഉണ്ടായിട്ടുണ്ടായിനി. പിന്നെ ഇതേ സെയിമില്ലേ നമ്മുടെ ജന്ന എന്ന് പറഞ്ഞ ഷോപ്പിലുണ്ട്. ഞാനീ പോകുമ്പോൾ ഇട്ട ഡ്രസ്സില്ലേ, ഞാൻ ഈ ഡ്രസ്സിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടാണ് കേട്ടോ പറയുന്നത്. ഞാൻ ഗൾഫിലേക്ക് വരുമ്പോൾ ഇട്ട ഡ്രസ്സില്ലേ, അത് ഞാൻ ചെന്നൈയിൽ നിന്നാണ് വാങ്ങിയത്. അവിടെ തന്നെ സെയിം ഇതുപോലത്തെ മോഡൽ ഡ്രസ്സ് കണ്ടിട്ടുണ്ടായിന് കേട്ടോ. വാങ്ങുന്നവർ വാങ്ങിക്കും. 2000 എത്രയോ രൂപയാണ്. പിന്നെ ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോക്കുക. അന്നേരം ഞാൻ കുറേ ഷോപ്പിംഗ് വീഡിയോ എല്ലാം ചെയ്തിട്ടില്ലേ, കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും. അങ്ങനെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ പോയിക്കോട്ടെ. നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ അവിടെ ഉണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം. പിന്നെന്താ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ നോക്കി ആസ്വദിച്ചിട്ട് അങ്ങനെ കുറേ സമയം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോരോ ഭാഗങ്ങൾ എനിക്കിങ്ങനെ ഷോപ്പിംഗ് മാളിലെല്ലാം പോക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഓരോരോ ഐറ്റംസ് കാണാനെല്ലാം നല്ല രസമല്ലേ, നമുക്ക് ഓരോരോ ഐഡിയാസ് കിട്ടും. പിന്നെ നല്ലൊരു കോമഡി ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, മുഹമ്മദിന് അധികം പനിയുണ്ടാവും, ജലദോഷവും കാര്യങ്ങളും, അലർജിൻ്റെ പ്രശ്നമുണ്ട് നാട്ടിലത്തെ ക്ലൈമറ്റിൽ. ഇവിടെ എത്തുമ്പില്ല പനിയും കാര്യങ്ങളെല്ലാം മാറും. പിന്നെ നാട്ടിലെത്തിയിട്ട് 2 മാസം 2-3 മാസം ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ വീണ്ടും ഇവിടെ വന്നിട്ട് എന്നെ പോകുമ്പോൾ ഒന്നും എൻ്റെ അലർജിയും കാര്യങ്ങളെല്ലാം ഒന്ന് കുറഞ്ഞിട്ടാം. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം വന്ന അടനും എനിക്ക് തണുപ്പിടിച്ചിട്ടാന്ന് തോന്നുന്നു, ചെവിൻ്റെ ഭാഗത്ത് അങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഇനിയിപ്പം കാണിക്കണം. എനിക്ക് അധികം പനിയായിരിക്കും. എന്താ പറയുക, പൊടി അലർജി ആയതുകൊണ്ട് തന്നെ ഫുഡൊന്നും കഴിക്കുമല്ലോ. പനി കുട്ടികൾ എന്താ പറയുക, പനി വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഫുഡൊന്നും കഴിക്കില്ലല്ലോ. അങ്ങനെ അതുകൊണ്ട് തന്നെ നാട്ടിലെത്തുമ്പോൾ എന്തായാലും നല്ലോണം മെലിയും. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ പനിയെല്ലാം ഒന്ന് കുറയും. അതുകൊണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അങ്ങനെ ഉഷാറാക്കി എടുക്കലാണ്. പിന്നെ നാട്ടിൽ പോകുമ്പോൾ പിന്നെയും എനിക്ക് പനി തന്നെ ആയിരിക്കും. അധികം എന്നോട് കമൻറ്റിൽ ചോദിക്കല്ലേ മുഹമ്മദിന് എന്താ കാണിക്കാത്തതെന്നു. എനിക്ക് അധികം പനി തന്നെ ആയിരിക്കും. അങ്ങനെ പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അലർജി, ജലദോഷവും പൊടി അലർജി കൊണ്ട് വരുന്നതാണ്. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല കേട്ടോ. എൻ്റെ ഫാമിലിയിൽ അധികം ആൾക്കാർക്കും ഉണ്ട് ഈ പൊടി അലർജി. അങ്ങനെ എനിക്ക് പനിയെല്ലാം ഉണ്ടാകുമ്പോൾ പിന്നെ എനിക്ക് വീഡിയോസിലൊന്നും കാണിക്കാനൊരു മടിയായിരിക്കും, ഒരു ടെൻഷനായിരിക്കും. അങ്ങനെ അതുകൊണ്ടാണ് കാണിക്കാത്തത്. പിന്നെ ഇതാ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റും കാര്യങ്ങളും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ആക്കാം കേട്ടോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതൊന്നല്ല, ഇവിടെ എത്തുമ്പം സ്കിന്നിലൊന്ന് ഡ്രൈ ആകുമ്പം എന്താ പറയുക യൂസ് ചെയ്യലുണ്ട്. അതുപോലെ തന്നെ ഉമ്മ യൂസ് ചെയ്യലുണ്ട്. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എന്തായാലും ഞാൻ ഷെയർ ആക്കാം കേട്ടോ. അത് ചോദിച്ചവർ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.